ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായി ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ച് ഓർപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾക്കും എനിക്കും വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. തൻ്റെ അടുക്കൽ വരുന്നവരെ ഉപേക്ഷിക്കാത്ത, മറക്കാത്ത, കൈവിടാത്ത ആ നല്ല കർത്താവ് ഇന്ന് നമ്മോട് ഇടപെടുക. കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി കരുതുവാനുണ്ട്. അപ്പോസ്തലനായ പത്രോസിനാൽ എഴുതപ്പെട്ട 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ചിന്താകുലം പേറിക്കൊണ്ട് ആശങ്കയോടെ ആകുലതയോടെ നടക്കാനല്ല, നിങ്ങളുടെ ചിന്താകുലങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വിൽക്കുക. ആരെന്നെ സഹായിക്കും, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ ചിന്തിച്ച് വിഷാദിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നിങ്ങളോട് അറിയിക്കുക, പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് വേണ്ടി കരുതാൻ കർത്താവുണ്ട്. അപ്പം കരുതിയില്ലെങ്കിലും, അമ്മ കരുതിയില്ലെങ്കിലും, സഹോദരങ്ങൾ കരുതിയില്ലെങ്കിലും, ചാർച്ചക്കാർ കരുതിയില്ലെങ്കിലും, കരുതുമെന്ന് നീ കരുതിയവരാരും നിന്നെ കരുതിയില്ലെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, കുഞ്ഞെ, ഞാൻ നിന്നെ കരുതാനുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുക. ഞാൻ നിന്നെ പുലർത്തുവാൻ, നിന്നെ വഴി നടത്തുവാൻ ശക്തനാ. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, മിത്രമേ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആശങ്കകളെ, ആകുലതകളെ മാറ്റി കർത്താവിലേക്ക് ഒന്ന് നോക്കുക. അവൻ നിനക്ക് വേണ്ടി അത്ഭുതകരമായ കരുതൽ നടത്തി നിന്നെ മാനിപ്പാൻ അവൻ്റെ കരം ശക്തമാണെന്ന് തിരിച്ചറിയുക. പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവിക കരുതലുകളെ രുചിച്ചറിഞ്ഞ പത്രോസ് പറയുക, തൻ്റെ പടക് ശൂന്യമായ നാളുകളിൽ തനിക്ക് വേണ്ടി കരുതിയ ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മോട് അരുളി ചെയ്യുന്ന ദൈവശബ്ദം, നിന്റെ പടക് ശൂന്യമാണെങ്കിൽ, നിന്റെ ജീവിതം ദിശ കെട്ടാതെ, ദിശ കാണാതെ ഉഴലുകയാണെങ്കിൽ, നിരാശയുടെ ആഴക്കയങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിലേക്ക് നോക്കാൻ തയ്യാറാകുക. നിങ്ങളെ ശക്തനാക്കുവാൻ തക്കവണ്ണം അവൻ്റെ ബലമുള്ള കരം ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയുക. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത കർത്താവ്, ഞാൻ നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അവനെ കാത്തിരിക്കുന്നവരായി മാറാം, അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നവരായി മാറാം. പത്രോസ് പറയുക, അവൻ കരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന വേളയിൽ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അവൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, യേശു കർത്താവ് മത്സ്യത്തിൻ്റെ വായിലൂടെ എനിക്ക് വേണ്ടിയിട്ടുള്ള കരുതൽ വെളിപ്പെടുത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. എങ്ങനെയെന്നോ എന്തെന്നോ എവിടെ നിന്നോ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം, പക്ഷെ കാക്കയെ കൊണ്ട് തൻ്റെ ഭക്തന് വേണ്ടി ആഹാരത്തെ കരുതാൻ കഴിയുന്ന കർത്താവ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഉഴൽച്ചകളെ അറിയുന്ന കർത്താവ്, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആകുലതകളെ മാറ്റി കർത്താവിങ്കലേക്ക് നോക്കുക. ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി നിന്നെ വിളിക്കുക, കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട, എൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ യാത്ര തുടരുക, വിശ്വാസത്തോടെ യാത്ര തുടരുക. അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം, പത്രോസിന് വേണ്ടി കരുതിയ ദൈവം, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് ഉറപ്പോടെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിന് ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. God bless you all.